ഒരിക്കലിനോട് അഭ്യർത്ഥിക്കുന്നു. ശരിയല്ലേ? നമ്മള് റഷീദായിട്ട് ഒരുമിച്ച് അഭിനയിച്ച് പിരിഞ്ഞിട്ട് അടുത്ത പടത്തിന് കാണാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കാരണവരെന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് വിട്ടുപോയിട്ട് പിന്നീട് അദ്ദേഹത്തിന്റെ വെടി കാതോടത്തിരിക്കുമായിരുന്നു. ഇച്ചിരി താമസിച്ചാണെങ്കിലും ഒരു ഗംഭീര കഥയുമായിട്ടാണ് അദ്ദേഹം പിന്നെ വന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ല ടീമാണ്, എല്ലാം വലിയ വലിയ സിനിമകൾ ചെയ്ത ടെക്നീഷ്യന്മാരാണ് എല്ലാവരും. അപ്പൊ തന്നെ പ്രതീക്ഷ ഇരട്ടിച്ചു. ഓരോ സിനിമയ്ക്ക് ചെല്ലുന്നതും നമ്മുടെ ഉള്ളിൽ ഈ സംവിധായകൻ നമ്മുടെ ഒന്നിൽ നെറ്റിപ്പിഴിഞ്ഞ് നന്നാക്കി എടുക്കണേ ദൈവമേന്ന റഷീദ്ജി എന്നെ തേച്ചുമിനിക്ക് എടുക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അതുപോലെ സിനിമയുടെ മേക്കിങ്ങിൽ നന്നാവുമ്പോഴാണല്ലോ സംവിധായകൻ്റെ എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഭാവനയ്ക്കൊത്ത് മേക്കിങ്ങിന് വരുമ്പോഴാണല്ലോ ആർട്ടിസ്റ്റുകൾ നന്നാകുന്നത്. അതുകൊണ്ടുള്ളൊരു പ്രതീക്ഷയും സന്തോഷത്തിലും ഒക്കെയാണ് സിനിമ നന്നാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹത്തിൽ നമിച്ചുകൊണ്ട് വലിയ ഭാഗ്യം കിട്ടിയത് കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേട്ടനും ഞാനും ഇപ്പുറത്തുമായിട്ട് നിൽക്കുന്ന ഒരു സിനിമ പെട്ടെന്ന് ഒത്തണങ്ങി ചേർന്ന് ഞങ്ങളുടെ രണ്ടുപേരും ഡേറ്റ് കാര്യങ്ങളൊക്കെ ശരിയായി. പിന്നെ പ്രൊഡ്യൂസർ അഷറഫ് ബ്ലാക്കിൽ സംസാരിച്ചപ്പോൾ അതിനകത്തൊരു കഴമ്പുള്ള കഥയായിട്ട് വന്നു. മനോഹരം ഒരു കഥയാണ്. ഇത് ഞങ്ങളിനി അത് ചെയ്ത് അത് എങ്ങനെ ആക്കിയെടുക്കും എന്നുള്ള കാര്യം ഇന്ത്യൻ ചേട്ടൻ പറഞ്ഞ പോലെ റഷീദ് സാറ് തേച്ച് മിനിക്ക് വെളുപ്പിച്ച് എടുക്കുന്നുള്ള പ്രതീക്ഷയുണ്ട്. പിന്നെ എല്ലാവരും പ്രൊഫഷണലായിട്ട് സിനിമയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ നമ്മുടെ ചാനൽസ് എല്ലാവരും വന്നിട്ടുണ്ട്. ഇപ്പോൾ സൂക്ഷിച്ച് വർത്താനം പറഞ്ഞില്ലെങ്കിൽ ഞാൻ നാളെ അവിടെ പോകുന്നുള്ളത് അറിയാതെ. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം. ചാനലായാലും ശരി, നാട്ടുകാരാണെങ്കിലും ശരി, ഇവിടെ ഷൂട്ടിങ് നടക്കുന്ന സ്ഥലത്തെ ആൾക്കാർ എല്ലാവരും സഹകരിച്ച് നന്നായിട്ട് പ്രവർത്തിച്ച് നല്ലൊരു സിനിമ അത് പുറത്തിറക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. ദൈവത്തിന് എല്ലാവർക്കും ഒന്ന് കഴിവെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. നന്ദി, നമസ്കാരം. ആയിക്കോട്ടെ, വയസ്സന്മാരായാലും എന്താ പെർഫോമൻസ് അല്ലേ. നിങ്ങളിപ്പം നിങ്ങളെ വെട്ടാൻ ആരാ ഉള്ളത്? ഇന്ദ്രൻ ചേട്ടനായാലും ജാഫർക്കായാലും എല്ലാവർക്കും അറിയാലോ. ഇന്ദ്രൻ ചേട്ടൻ ഇപ്പൊ സംസാരിച്ച ആളൊന്നുമല്ല. ഏത് ലെവലിലാണ് നിൽക്കുന്നതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞൂടെ? അപ്പോ പ്രായമൊന്നും അല്ല. എനിക്കിപ്പോ എത്ര പ്രായമായിരുന്നു എല്ലാരും കണക്ക് കൂട്ടുണ്ടാവും. ഇവിടെ പ്രായത്തിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. തരുന്ന ക്യാരക്ടർ നന്നായിട്ട് ചെയ്യുക, നിങ്ങളെല്ലാം പ്രോത്സാഹനവും നിങ്ങൾ ഈ തരുന്ന ഏറ്റവും കൂടുതൽ സ്നേഹവും. അതേപോലെ എന്നെ പെട്ടെന്ന് ഒരു പടത്തിലേക്ക് വിളിച്ച സത്യം പറഞ്ഞാൽ ഇന്നലെ 1 മണിക്കാണ് തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്യുന്നത്. അതും ജാഫർക്ക് പ്രത്യേകിച്ച് ഡയറക്ടറോട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് ഇപ്പൊ ഈ വന്ന് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്ന് നിൽക്കാൻ കാരണം എന്നറിയോ? ഈ പടം വിജയിക്കുന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. ഇത് നല്ലൊരു ഡയറക്ടറും നമ്മൾ നല്ലൊരു പ്രൊഡ്യൂസറും നിൽപ്പുണ്ട്. അവർക്ക് രണ്ടുപേർക്കും പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ ഇവിടെ ഒരേ നാട്ടുകാരാണ്. ഞാൻ എങ്കക്കാടാണ്, തൃശ്ശൂർ എങ്കക്കാടാണ് ജനിച്ചു വളർന്നൊക്കെ ഭരതേട്ടന്റെ വീട്ടിലാണ്. അപ്പോ ഒരേ നാട്ടുകാരെ ഇപ്പൊ പറഞ്ഞപ്പോ അറിയണത് തന്നെ. എന്തായാലും ഒരേ നാട്ടുകാരനായാലും എന്തൊക്കെയാണെങ്കിലും ഈ പടം നിങ്ങൾ നോക്കിക്കോ, ഇത് നമ്മൾ അടിച്ചിരിക്കും. നിങ്ങളെല്ലാവരും പ്രാർത്ഥന വേണം. നല്ലൊരു ഡയറക്ടറും നമ്മുടെ പ്രൊഡ്യൂസർ എന്നെ ഓർത്തല്ലോ. ഒരു ക്യാരക്ടർ ഒരു സീനായാലും ഞാൻ വന്ന് ചെയ്യും, ഒരു ഷോട്ടായാലും ഞാൻ വന്ന് ചെയ്യും ഇവരെയൊക്കെ പടങ്ങളിൽ. കാരണം എനിക്കത് മതി. എനിക്ക് ആ ഒരു ഇത്രയും കുറെ നാള് മാറി നിന്നെങ്കിലും ഇപ്പോൾ ഒരുവിധം ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണ്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനം ഈ നാട്ടിലുള്ള എല്ലാവരുടെയും പിന്തുണ നമ്മുടെ ഈ പടത്തിന് വേണം. പറയാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ ഒരുപാട് പരിചയമുള്ള പടത്തോന്ന് എനിക്ക് അഷ്റഫുമായിട്ട് ബന്ധം ആദ്യം സിനിമ ബന്ധമാണെങ്കിലും പിന്നെ അതിനൊക്കെ ഉപരിയായി വളർന്നു. വളരെ അടുത്തൊരു സുഹൃത്തും ആത്മാർത്ഥ സുഹൃത്തും എപ്പോഴും ഷെയർ ചെയ്യുന്ന ഒരാളാണ് അഷ്റഫ്. അപ്പോൾ വളരെ സന്തോഷം. അഷ്റഫിന്റെ മുമ്പുള്ള എല്ലാ ഞാൻ സഹകരിച്ചിരുന്നു. അതിന്റെ പ്രൊഡക്ഷൻസുകളും ഒക്കെ അഷ്റഫ് എപ്പോഴും വിളിക്കാറില്ല. അഷ്റഫ് ഒരു സിനിമ ചെയ്യുന്നതിന് ഭാഗമായി ചാരിച്ചത്. അതുപോലെ റഷീദിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടൊരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ തക്കാളി കൃഷിക്കാരന്റെ സ്വപ്നം അങ്ങനെ ചില പുസ്തകങ്ങളൊക്കെ ഞാൻ ആദ്യം വായിച്ചാൽ പിന്നീട് റഷീദിനെ നേരിട്ട് പരിചയപ്പെടുന്നത്. അപ്പൊ ഒരു എഴുത്തുകാരൻ, നല്ലൊരു എഴുത്തുകാരനാണ് സംവിധായകനായിട്ട് സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പൊ ഇതെന്തായാലും അടയാളപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കും. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ഇന്ദ്രൻ ചേട്ടൻ, ജാഫർ, ഷാജു, പ്രിയങ്ക, ഞാൻ, അങ്ങനെ നമുക്ക് എന്തായാലും വളരെ സന്തോഷം തരുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണിത്. അപ്പൊ ഒരു അടയാളപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സിനിമയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.